സാഗൂതം നിരീക്ഷിക്കുന്ന ഒരു പ്രതലമായി ഇന്ന് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ, മാറുന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളൊരാൾ നിങ്ങളുടെ മന്ത്രിയാണ്. ഇപ്പൊ മന്ത്രി അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ പിൻബലത്തോടെ ചില ആൾക്കാർ, ഇപ്പൊ ഈ സൈബർ മുണ്ടകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അത് മാഫിയേക്കാളും വലിയ മാഫിയാണ്. ഒരാളെ വകവരുത്തണമെന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ എടുക്കും. അങ്ങനെ ചിലർ കൊട്ടേഷൻ എടുത്തിരുന്നു. സഖാവ് ശിവൻകുട്ടി ഒന്ന് മോശക്കാരനാക്കാൻ പറ്റുമോ? പക്ഷെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടോടെ ആ ഒരു ഗൂഢശ്രമത്തെ പരാജയപ്പെടുത്തി. ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധ്യനായ ഒരു നേതാവായി അദ്ദേഹം മാറിയതിന് കാരണം അവരുടെ വികാര വിക്ഷോഭങ്ങളെ അദ്ദേഹം ഏറ്റുവാങ്ങിയതുകൊണ്ടാണ്. ഒരുപാട് സ്കൂളുകളിൽ ഞാൻ പല പരിപാടികൾക്കും പോകാറുണ്ട്. അവരൊക്കെ മന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ കേവലം ബഹുമാനം മാത്രം വെച്ചല്ല പറയുന്നത്. സ്നേഹം, ഇഷ്ടം. അവരിലൊരാള് സ്വന്തം മാതാപിതാക്കള് കൈവിട്ടാലും തങ്ങളുടെ മന്ത്രി കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം മുമ്പോട്ട് പോകുന്നത്. ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അതുപോലെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു മന്ത്രിയുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രമാണികൾ ഇങ്ങോട്ട് വരുന്നത്? കേരളം അടിമുടി മാറി. പാശ്ചാത്യ ലോകത്തെ ഒരു സ്കൂളിൽ പോയാൽ കാണുന്ന അതേ കാഴ്ചയാണ് കേരളത്തിലെ ഒരു സ്കൂളിൽ കാണാൻ കഴിയുന്നത്. നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്മാർട്ട് സ്കൂളുകൾ നമുക്കുണ്ടാക്കണം. മണ്ണാങ്കട്ട, ഇവിടേക്ക് എത്ര കാലമായി ഇവിടെ സ്മാർട്ട് സ്കൂളുകൾ വന്നിരിക്കുന്നത്. ഇന്റർനെറ്റുള്ള സ്കൂളുകൾ ഇന്ത്യയിൽ വേണം. എത്ര കാലമായി ഇവിടെ ഇന്റർനെറ്റ് സ്കൂളുകൾ ഉള്ളത്? കോവിഡ് സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് വിധി നിഷേധിക്കപ്പെട്ടു. അവരെയൊക്കെ ഡിജിറ്റൽ സർക്യൂട്ടിലേക്ക് വിളക്കി ചേർത്ത് ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിലുള്ള പുതിയ അറിവോ പുതിയ സങ്കേതങ്ങളോ ഉണ്ടെങ്കിൽ അവയെ സാംശീകരിക്കാൻ വേണ്ടിയുള്ള അവസരമൊരുക്കി. ഇവിടെയുള്ള ആൾക്കാരിൽ ചില ആൾക്കാരെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാരില്ലേ? എത്ര പേരുണ്ട് ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർ? 1, 2, 3, 4. ഇവിടെ പരദേശികൾ. സുനിലും പോയിട്ടുണ്ട്. എന്തോടെ സുനിൽ ഇന്ന് രാവിലെ അത് തൊപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് തൊപ്പി കാണുന്നുണ്ടല്ല. ഇവിടെ ഇരിക്കുന്നവരാരും പോയിട്ടില്ലേ? ഈ മുമ്പ് ഇരിക്കുന്നവര്? ഇവിടെ ആരും എന്നോട് പറഞ്ഞല്ല പട്ടാളക്കാരനാ പഴയ ആളെന്ന് പറഞ്ഞു. ആരാത്? പഴയ പട്ടാളക്കാരൻ ഇവിടെ ഉണ്ടെന്ന് ആരോ പറഞ്ഞില്ല. പഴയ പട്ടാളക്കാരന്റെ ഇവിടെ പോയാ? സഹോദരി എവിടെയായിരുന്നു? ഏത് സംസ്ഥാനത്തായിരുന്നു? കേട്ടില്ല. കർണാടകയിൽ ജോലി ചെയ്യായിരുന്നോ? വിനോദസഞ്ചാരത്തിന് പോയതാ? പ്രോജക്റ്റിന് പോയതാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത ആൾക്കാർ എവിടെയുണ്ടോ? എവിടെയുള്ള ജോലി ചെയ്ത്? ഉറക്കപ്പറങ്ങി എഴുന്നേറ്റ് നിന്നിട്ട്. ബാംഗ്ലൂര് എന്ത് ജോലിയായിരുന്നു? കൺസൾട്ടന്റ് ആയിട്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇവിടെ സന്ദർശനം നടത്തിയവരുണ്ട്, അവിടെ താമസിച്ചവരുണ്ട്. അവിടെ എവിടെയെങ്കിലും ഈ കേരളത്തിലെ സ്കൂളുകളുടെ അത്രയും സൗകര്യമുള്ള സ്കൂളുകൾ കാണാൻ പറ്റിയാ? എന്താ ഇരിക്കണം? ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്. പുറത്തു പോയിരുന്നല്ലേ പറഞ്ഞേ? കേട്ടില്ല. വിസിറ്റിന് പോയതാ. എന്നാലും ഞാൻ അവിടെ സ്കൂളിലേക്ക് അടുത്ത പ്രാവശ്യം ഒരു വിസിറ്റിന് പോകുമ്പോൾ അവിടേക്കുള്ള സ്കൂളിലൊന്ന് പോകണം കേട്ടാ. ഡൽഹിയിലെ മഹാനഗരത്തിൽ പോലും, മുംബൈയിൽ പോലും
കേരളത്തിന്റെ ഒരു കുഗ്രാമത്തിലുള്ള സ്കൂളിന്റെ സൗകര്യങ്ങളില്ല. ആ രൂപത്തിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മുഖ്യമന്ത്രിയുടെ സഹായത്തോടുകൂടി നിങ്ങളുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി സ്ഫുടം ചെയ്തെടുത്തത്. ഇനി എന്തുകൊണ്ടാണ് സഖാവ് ശിവൻകുട്ടി ഇവിടെ വിജയിക്കേണ്ടത്? അതും കൂടെ നോക്കണ്ടേ. ഇവിടെ രണ്ടു കൂട്ടരുണ്ട്. റോഡ് ഷോ നടത്തിയ ആരാണ്? ശബരിനാഥന്റെ പേരൊന്നും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് റോഡ് ഷോ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിൽ ഇപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ റോഡ് ഷോ നടത്തിയത്. ഇപ്പൊ നമ്മുടെ കെ സുധാകരനാണ്. മൂപ്പർക്ക് സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. കണ്ണൂരുകാരനാണ്, എന്റെ നാട്ടുകാരനാണ്. കലാപമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂർ എന്നുള്ള മണിക്കൂർ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് പട്ടിക പുറത്തിറക്കുമെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയ ശേഷമാണ് നമ്മുടെ സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഡൽഹിയിലേക്ക് വന്നു. ഇപ്പൊ ഡൽഹിയിൽ കേരള ഹൗസിൽ ഭക്ഷണം കഴിച്ച് അവിടെ കൂടിയിരിക്കുക. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും തിരിച്ചു വരും എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞാൻ. വരുമോ? വല്ല വിശ്വാസം ഉണ്ടാ? ഈ പുക പോണ വരാനുള്ള ഒരു സാധ്യതയില്ല. ഇന്ത്യയുടെ കണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് നിയമം. പാർലമെന്റിൽ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, BJP-ക്കാരെ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു നിയമത്ത്. സഖാവ് പിണറായി പറഞ്ഞു ആ അക്കൗണ്ട് പൂട്ടും. ആ വാക്ക് പാലിച്ചു. എങ്ങനെയാണ് BJP-യെ പ്രതിരോധിക്കേണ്ടത്? RSSന്റെ വർഗീയ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ചെറുക്കേണ്ടത്? BJP-ക്ക് വളരാനുള്ള ഒരു തരി മണ്ണ് പോലും കൊടുക്കരുത് എന്ന് ഇന്ത്യക്ക് കാണിച്ചു കൊടുത്ത ഒരു ഭൂമിയിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനിയും വരും ചില ആൾക്കാർ. ഇവിടെ ഇപ്പോ ശബരിനാഥന്റെ പേര് പറഞ്ഞു. BJP-യുടെ സ്ഥാനാർത്ഥി സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖരനാണ്. മൂപ്പറുടെ പ്രത്യേകത അറിയാം. അവിടെ ബാംഗ്ലൂർ വിസിറ്റിന് പോയ ആളെന്ന് പറഞ്ഞ് അവർ ജോലി ചെയ്ത കൺസൾട്ടന്റ് ബാംഗ്ലൂരുകാരിക്ക് അറിയില്ലേ? അവിടെ എന്താ ഒന്ന് പറഞ്ഞേ, ഇവര് കേക്കട്ടെ. ആരാണ് മൂപ്പറ്? ഉറക്കെ പറ, ഇവരെന്നല്ലേ കേൾക്കുള്ളൂ. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അറിയോ? കേട്ടിട്ടുണ്ടോ? വലിയ പൈസക്കാരനാണ്. അമ്മായിപ്പന്റെ കമ്പനിയിലായിരുന്നു. പിന്നെന്താ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ഹൃദയം പൊട്ടിയാ മരിച്ചത്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. പണത്തിന്റെ പിൻബലത്തില് MLA-മാരെ വിലക്കെടുത്ത് സ്വതന്ത്ര MP ആയിട്ടാണ് രാജ്യസഭയിൽ കാലുകുത്തിയത്. രാജ്യസഭയിൽ കാലുകുത്തിയ ശേഷം ഏത് ധനവാനും ചെയ്യുന്നത് പോലെ നമ്മുടെയൊക്കെ ഈ തൊടിയിൽ ഒരു തെങ്ങുണ്ടെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വളയില്ലേ? വളയില്ല ചേട്ടാ, ശരിയല്ലേ ഞാൻ പറഞ്ഞു? വളയില്ലേ? വളയോ ഇല്ലയോ? വളയും. അതുപോലെ BJP-യുടെ ഭരണമാണെന്ന് കണ്ടപ്പോൾ ഈ തെങ്ങ് അങ്ങോട്ട് വളഞ്ഞ് BJP-യുടെ ഭാഗമായി. അപ്പൊ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിലേക്ക് BJP വന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ BJP-ക്ക് 4 M ആണ്. 4 M. 4 M എന്ന് പറഞ്ഞാല് ഇവിടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ. മണി, മസിൽ പവർ, മീഡിയ പവർ, മാനേജ്മെന്റ്. പണം, പേശിബലം, മീഡിയ. എന്താ കാരണം? മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും വിലക്കെടുത്ത് പ്രചരണത്തിന് ഉപയോഗിക്കും. 4 മാനേജ്മെന്റ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ഗവർണർ മുതൽ പ്രധാനപ്പെട്ട ഓഫീസുകളെയൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഒരു BJP സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ BJP സ്ഥാനാർത്ഥിയുടെ പിന്നിൽ 4 M ഉണ്ടാവും. ആ 4 M-ന്റെ പിൻബലത്തിലാണ് ഈ മണ്ഡലത്തെ റാഞ്ചിയെടുക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ വട്ടമിട്ട് പറക്കണം. ഇന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് വന്ന ഫ്ലൈറ്റിൽ മൂപ്പറുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്നു. കുമ്മനം രാജശേഖരന്റെ മുഖത്തിൽ തെളിച്ചും കണ്ടു.
അപ്പൊ ഞാൻ ചോദിച്ചു, സീറ്റ് തരപ്പെടുത്തി കൊടുത്തു എന്ന് ചോദിച്ചു. കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാരുടെ മുഖം ഇപ്പോഴും ഇരുളുമേലാണ്. നിയമത്തിന് പ്രത്യേകതയുണ്ട്. കേവലം അക്കൗണ്ട് മാത്രമല്ല, ജോയിന്റ് അക്കൗണ്ട് ഉള്ള സ്ഥലമാണിത്. ആർക്കിടയിലാണ് ജോയിന്റ് അക്കൗണ്ട്? ആർക്കിടയിലാണ്? കോൺഗ്രസിനും ബി ജെ പിക്കിടയിൽ. സഖാവ് ശിവൻകുട്ടി ഈ ജോയിന്റ് അക്കൗണ്ടിനെയാണ് തോൽപ്പിച്ചത്. ഈ ജോയിന്റ് അക്കൗണ്ട് കാരണമാണ് സുരേഷ് ഗോപി ഇന്ന് തൃശൂരിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ അംഗമായത്. ഈ നിയമത്ത് നമ്മൾ പൂട്ടിച്ച അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ആക്കാൻ വേണ്ടി അവർ പല രൂപത്തിലും ഭാവത്തിലും ഇനിയും വരും. കരുതിയിരിക്കണം. ഞാൻ പറഞ്ഞത് ശരിയാണോ സഹോദരി ഡിവൈഎഫ്കാരി? ഞാൻ പറഞ്ഞത് ശരിയാണോ? ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല അല്ലേ? നിങ്ങൾ കരുതിയിരിക്കണം. കേരളത്തിലെ 139 മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നിയമം ഇന്ത്യയുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നതിന്റെ ഒരു കാരണം ഇവിടെ അക്കൗണ്ടും ജോയിന്റ് അക്കൗണ്ടും ഉണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ആവേശമൊന്നും പോരാ. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. സഖാവ് ശിവൻകുട്ടി എന്ന് പറയുന്നത് നിയമത്തെ പ്രതികരിക്കാനുള്ള കേവലം ഒരു MLA മാത്രമല്ല, മതനിരപേക്ഷ കേരളത്തിന്റെ പ്രതീകമായി നമുക്ക് ഉയർത്തിക്കാട്ടാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വമാണ് സഖാവ് ശിവൻകുട്ടി എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടെ ആയിരിക്കണം വരും ദിവസങ്ങളിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കേണ്ടത്. കേരളത്തിൽ നിങ്ങൾ കോൺഗ്രസിന് നമ്പേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ ദേശീയ രാഷ്ട്രീയം നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. ഒരു 3.5 പതിറ്റാണ്ടായി ഇപ്പൊ കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്. ഏത് സംസ്ഥാനമാണ്? അതേ ദിവസം അസാം. അല്ലേ? കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അസാം അല്ലേ? അസാമിൽ കഴിഞ്ഞ ദിവസം 2 സംഭവവാസങ്ങൾ നടന്നു. അതുകൂടെ പറഞ്ഞ 2 സംഭവവാസങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടു. ഞാൻ ബുദ്ധിമുട്ടിക്കണില്ല. കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഭൂപൻ ബോറ BJP ചേർന്നു. നമ്മുടെ കെ സുധാകരന്റെ അതേ സ്ഥാനം അലങ്കരിക്കുന്നതാണ്. മുൻ PCC പ്രസിഡന്റ്. ഒരു മടിയുണ്ടായില്ല. കെ സുധാകരൻ അതല്ലേ പറയണത്, വേണമെങ്കിൽ ഞാൻ BJP, വേണമെങ്കിൽ ഞാൻ BJP. BJPക്കാർ പറഞ്ഞിട്ടുണ്ട് മൂപ്പറോട്, നിങ്ങൾ സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കിക്കോളൂ, കുറെ കോൺഗ്രസ്സുകാരെ കൂടെ കൂട്ടിക്കോളൂ, എന്നിട്ട് നമുക്ക് തമ്മിലൊരു സഖ്യം ഉണ്ടാക്കാം. അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ സുധാകരന്റെ ക്യാമ്പ് തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടി. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അവിടെ കോൺഗ്രസിനെ ഇപ്പം നയിക്കുന്ന ഗഗോയിയേക്കാളും എത്രയോ മുതിർന്നൊരു നേതാവായിട്ടുള്ള ഭൂപൻ ബോറ ഒരു സങ്കോചവുമില്ലാതെ BJP ചെത്തി. അവിടെ ഭരിക്കുന്ന ഹെമന്ത് ബിശ്വ ശർമ്മ എന്ന് പറഞ്ഞ ആള് പഴയ കോൺഗ്രസ് നേതാവ്. അത് വേറെ കാര്യം. കോൺഗ്രസ് സംഭാവന ചെയ്തൊരു മുഖ്യമന്ത്രിയാണ്. കുറെ നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാർലമെന്റിലൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ഇത് കോൺഗ്രസ് ആണോ BJP ആണോ എന്ന് മനസ്സിലാവില്ല. കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരില്ല ഇപ്പൊ BJP. ജ്യോതിരാദിത്യ സിന്ധ്യ രാഹുൽ ഗാന്ധിയുടെ വലങ്കയ്യായിരുന്നു. ഇരട്ട മക്കളെ പോലെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അവിടെ BJP ബെഞ്ചിലാണ്. ഒരു രവനീത് വിട്ടുകൊണ്ട് നമ്മുടെ KC വേണുഗോപാല് രാജ്യസഭാ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തിട്ട് രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് മന്ത്രിയാക്കി ഒരു വിദ്വാൻ. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പം BJPയുടെ ഭാഗത്ത്. അസമിൽ ഒരാളും കൂടി കഴിഞ്ഞ ദിവസം പ്രദ്യുത് ബോർഡോയി എന്ന് പറഞ്ഞു. കേരളത്തിലെ പത്രങ്ങൾ വേണ്ട രീതിയിൽ കൊടുത്തില്ല. പ്രദ്യുത് ബോർഡോയി എന്ന് പറഞ്ഞാല് ഈ ഭൂപൻ ബോറയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നേതാവ്. അസമിൽ നിന്നുള്ള 3 ലോകസഭാ അംഗങ്ങളിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള
അതെയോ, കേരളത്തിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. നമുക്ക് ബീഹാറിൽ ഒരു MLA ഉണ്ട്, CPM, ഇടതുപക്ഷത്തിന്റെ CPML-ന്റെയും ഐയുടെയും ഒറ്റക്കെട്ടോടെ RJD-യുടെ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ അണിനിരത്തി. AD സിംഗ് എന്നുള്ള എന്റെ ഒരു സുഹൃത്തായിട്ട് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന വിരമിച്ചപ്പോൾ വീണ്ടും മത്സരിച്ചു. നമ്മുടെ ഒവൈസിയുടെ AM-ഉം അവരുടെ 5 MLA-മാരുടെ പിന്തുണ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു MPയെ ജയിപ്പിക്കാനുള്ള വോട്ട് ബീഹാറിൽ. എന്താ സംഭവിച്ചത്? 3 കോൺഗ്രസ് MLA-മാർ കാലം മാറി. 20 കോടി വീട്ടിൽ കൊണ്ട് കൊടുത്തു എന്ന് BJP-ക്കാർ പറയുന്നു. ഇവിടെ ഇളയ സഹോദരി 20 കോടി വെച്ച് പൂജ്യം എണ്ണി നോക്കുക. പൂജ്യം എണ്ണി നോക്കുമ്പോൾ നമുക്കൊന്നും എണ്ണാൻ പറ്റില്ല. ഒറീസയില് നമുക്കൊരു MLA ഉള്ളൂ. കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ച സ്ഥാനാർത്ഥി കൊടുത്തു. അവിടെ 3 കോൺഗ്രസ് MLA-മാർ കാലുമാറി. ഹരിയാനയില് എളുപ്പത്തിൽ ജയിച്ചു കയറുന്ന സീറ്റില് എത്ര പേരാണ്? 5 കോൺഗ്രസ് MLA-മാര് കാലുമാറി. അങ്ങനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 11 കോൺഗ്രസ് MLA-മാര്. 11 പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ബീഹാറിൽ ആകെ 6 കോൺഗ്രസ് MLA-മാരാ ഉള്ളതിൽ 3 പേരാണ് അപ്പുറത്തേക്ക് മാറിയത്. പാതി. ഇതൊക്കെ കേരളത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ ഒരു ചുവരെഴുത്താണ്. നമ്മൾ വായിക്കണം. ഇവിടെയുള്ള പത്രക്കാരൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഇപ്പൊ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നെ ഒരിക്കലും അങ്ങനെ പരിചയപ്പെടുത്തുന്നു. ഇപ്പൊ പത്രക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം മാപ്ര എന്ന് വിളിച്ച് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം ഒന്നും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കല. കൈരളിക്കാരൊക്കെ നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. മാധ്യമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. 11 കോൺഗ്രസ് MLA-മാർ കാലുവാരി. BJP-ക്ക് 2 MP-മാരെ രാജ്യസഭയിൽ സംഭാവന ചെയ്ത കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ അതിന്റെ മികവോടെയും റിപ്പോർട്ട് ചെയ്തു. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു പറഞ്ഞു, BJP-യും CPM-ഉം തമ്മിൽ. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഞാൻ മറുപടി കൊടുത്തു. രാഹുൽ ഗാന്ധിയുടെ വലങ്കയായിട്ടുള്ള ജയറാം രമേശോട് ചോദിച്ചു, എടോ താൻ ആദ്യമായിട്ട് മന്ത്രിയായത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കോൺഗ്രസിന് നൽകിയ പിന്തുണയുടെ പിൻബലത്തിലല്ലേ? 2004 കോൺഗ്രസുകാരെ തോൽപ്പിച്ച 63 MP-മാരുമായി നമ്മൾ ലോക്സഭയിലേക്ക് പോയ സമയത്ത് BJP അധികാരത്തിലേക്ക് വരുന്നതിന്റെ ഒരു ലാഞ്ചന നമ്മൾ കണ്ടു. ഇടതുപക്ഷം പറഞ്ഞു, ഞങ്ങൾ തോൽപ്പിച്ചത് കോൺഗ്രസുകാരെയാണ്. പക്ഷേ കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് തൽക്കാലം ഞങ്ങൾ മാറ്റിവെക്കാം. ഈ വർഗീയ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് നിരുപാധികം പിന്തുണ ഞങ്ങൾ നൽകുന്നു. 63 ഇടതുപക്ഷ MP-മാരുടെ പിൻബലത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് രൂപീകരിച്ചത്. ഒരു ഗ്യാസ് കണക്ഷൻ പ്രതിഫലമായി നമ്മൾ തിരിച്ചു വെച്ചു. അന്നത്തെ കാലത്തൊക്കെ ഗ്യാസ് MP കോട്ട, മന്ത്രി കോട്ട എന്ന് പറഞ്ഞ് കൂപ്പണിൽ കൊടുക്കുകയാണ്, ഇല്ലേ? 63 MP-മാര് ഒരു താലത്തിൽ വെച്ച് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് കൊടുത്തപ്പോൾ ഒരൊറ്റ കാര്യമേ ഞങ്ങൾ പറഞ്ഞു, ഈ വർഗീയതയുമായി നിങ്ങൾ ഒരിക്കലും സന്ധി ചെയ്യരുത്. മഹാത്മാഗാന്ധിയെ ഈ രാജ്യത്ത് നിന്ന് ലോകത്ത് നിന്നില്ലായ്മ ചെയ്ത ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയായിരിക്കണം ഞങ്ങളുടെ പിന്തുണയും പിൻബലവും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. ഇടതുപക്ഷത്തോട് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാരുണ്യവും കനിവും കാണിക്കേണ്ടതില്ല. നിങ്ങൾ ഞങ്ങളോട് പോരാടിക്കോളൂ. കേരളത്തില്, ബംഗാളില് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം വേണ്ട
എന്തിനേറെ ഒരു നോമിനേറ്റഡ് MP പോലും നമ്മുടെ പാർട്ടി ചോദിച്ചില്ല. നമ്മൾ പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രപതി കിട്ടില്ലായിരുന്നു, ഉപരാഷ്ട്രപതി കിട്ടില്ലായിരുന്നു, വേണമെങ്കിൽ എത്ര കേന്ദ്രമന്ത്രി പദം ഇടതുപക്ഷത്തിന് കിട്ടുമായിരുന്നു. ഒന്നും ചോദിച്ചില്ല. നിസ്വാർത്ഥമായി ഇടതുപക്ഷം നമ്മുടെ പിൻബലം കോൺഗ്രസ് നൽകിയത് എന്തിനു വേണ്ടിയായിരുന്നു? BJP അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി. പക്ഷേ BJPയുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആ സന്ധി ചെയ്യൽ അന്നു മുതൽ കോൺഗ്രസ് അനുസ്യൂതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇന്നും കേരളത്തിലും കേരളത്തിന് വെളിയിലേക്ക് നമ്മൾ കണ്ടുനട്ടാൽ ഈ സന്ധി ചെയ്യലിന്റെ പുത്തൻ ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും അനാവരണം ചെയ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണ് 2 MP കൂടി BJPക്ക് കോൺഗ്രസ് MLA പ്രദാനം ചെയ്തതും, അസമിൽ 2 പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് ചേക്കേറിയതിനെ കുറിച്ചും, നിരവധി കോൺഗ്രസ് നേതാക്കൾ ഒരു കാല് BJPയിലേക്ക് ഇട്ട് കേരളത്തിലിരിക്കുന്നതിനെ കുറിച്ചും ഞാൻ സ്പഷ്ടമായി സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒന്നാം UPA ഗവൺമെന്റ് എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയായിരുന്നു. 5 സുപ്രധാന ഏടുകൾ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് അത് ആവർത്തിച്ച് മനസ്സിൽ പറയണം. വിവരാവകാശം, ഭരിക്കുന്നവരെ കുറിച്ചുള്ള വിവരം അറിയാനുള്ള അവകാശം ഒരു പൗരന്റെ മൗലിക അവകാശത്തെ മാറ്റി. 2 തൊഴിലെടുക്കാനുള്ള അവകാശം, മഹാത്മാഗാന്ധി തൊഴിൽദാന പദ്ധതി. ഇന്ത്യയിൽ ഒരു മനുഷ്യനും പട്ടിണി കിടന്ന് മരിക്കരുത്, തൊഴിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കണം. 3, ഇന്ത്യയിലെ ആദിവാസികൾക്ക് ഭൂമിയിൽ അവകാശമുണ്ടായിരിക്കണം. അവരെ കാടുകളിൽ നിന്ന് ആട്ടിപ്പായിക്കരുത്, അവരുടെ കിടപ്പാടങ്ങൾ സംരക്ഷിക്കണം. 4, വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവകാശമാണ്. 5, ഭക്ഷ്യസുരക്ഷാ അവകാശം. ഇടതുപക്ഷത്തിന്റെ പിന്തുണ കൊണ്ട് മാത്രം, ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രം UPA ഗവൺമെന്റ് കൊണ്ടുവന്ന 5 നാഴികക്കല്ലുകൾ. ഇന്ന് ആ 5 നാഴികക്കല്ലുകളെ ഇല്ലാതാക്കാൻ വേണ്ടി BJP ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് അധികാരത്തിന്റെ പങ്ക് വേണ്ട. ഇപ്പൊ തമിഴ്നാട്ടില് DMKയും കോൺഗ്രസ് തമ്മിൽ കഴിഞ്ഞ 2 മാസം വിലപേശലായിരുന്നു. എന്തായിരുന്നു? ഞങ്ങൾക്ക് 4% വോട്ടൊക്കെ ഉള്ളൂ കോൺഗ്രസ്സുകാർ പറയുക, പക്ഷെ അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മന്ത്രിസ്ഥാനം കിട്ടണം. ഏത്? അധികാരത്തിന്റെ അപ്പക്കഷ്ണം വേണം, പങ്ക് വേണം. പിന്നെ ഉലക്ക ഉണ്ടായിട്ടാണോ? ഇല്ല, പക്ഷെ മന്ത്രിസ്ഥാനം. ഇതല്ലേ കോൺഗ്രസ്? അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ അധികാരം പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് ഏത് വൃത്തികെട്ട കളിയും കളിക്കും. BJPയുമായിട്ട് സന്ധി ചെയ്യും, അക്കൗണ്ടും ജോയിന്റ് അക്കൗണ്ടും തുറക്കും. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വളക്കൂറുള്ള മണ്ണായിട്ട് BJPയും കോൺഗ്രസും കാണുന്ന ഒരു ഭൂമികയിൽ നിന്നാണ് നിങ്ങളും ഞാനും ഇപ്പോൾ സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഖാവ് ശിവൻകുട്ടിയെ വിജയിപ്പിക്കുക എന്നുള്ളത് കേവലം നിയമത്തിന്റെ വികസന പ്രക്രിയയെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയോ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല, കേരളം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മതനിരപേക്ഷതയുടെ ആ വെളിച്ചം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിശാബോധം പകരുന്ന ഒരു മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ സഖാവ് ശിവൻകുട്ടിയുടെ വിജയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്ര കണ്ട് അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് കേരളം നേടിയ ഒരുപാട് പടവുകളുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ജാതിയുടെ മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലുന്ന, കൊല ചെയ്യുന്ന, സുപ്രീം കോടതി ഒരു ജഡ്ജി പറഞ്ഞു
എന്റെ മകളുടെ സുഹൃത്തിന്റെ പേര് ഒരു മുസ്ലിം പേരായതുകൊണ്ട് ആ കുട്ടിക്ക് ഡൽഹിയിൽ ഒരു വീട് വാടകയ്ക്ക് കിട്ടിയില്ല. ഒരു വീട് വാടകയ്ക്ക് കിട്ടി. അമ്പലങ്ങളിൽ ഘോഷം വരുമ്പോൾ സമീപത്തുള്ള മസ്ജിദുകൾ തുണിയിട്ട് മൂടിവെക്കും. ഉത്തരേന്ത്യയിലും എമ്പാടും. എന്താ കാരണം? ഘോഷയാത്ര പോകുമ്പോൾ കലാപമായിരിക്കും പൊട്ടിപ്പുറപ്പെടുക. അങ്ങോട്ട് കല്ലെറിയും, അവിടുന്ന് കല്ലെറിയും, കലാപങ്ങൾ തുടങ്ങും. വർഗീയത സൃഷ്ടിച്ച കലാപങ്ങളുടെ ഒരുപാട് ചോരച്ചാലുകളിലൂടെ നടന്ന ഒരു അനുഭവ പാരമ്പര്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. മനസ്സോട്ട് ഞാൻ പറയുന്നത് കേരളം അങ്ങനെയാകാൻ പാടില്ല എന്ന്. ഇവിടെ ആറ്റുകാൽ പൊങ്കാല നടന്നു. ഇവിടെ പള്ളിയിലും മസ്ജിദിലുമുള്ള ആൾക്കാർ അവരെ സ്വീകരിച്ചു. ഓരോരുത്തരുടെയും വിശ്വാസം അവർക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള പരമമായ സ്വാതന്ത്ര്യം നമ്മുടെ സംസ്ഥാനം ഉറപ്പുവരുത്തുന്നു. രാത്രിയോട് ഏതെങ്കിലും അന്ത്യയാമങ്ങളിൽ പിന്നോക്കക്കാരനോ ദളിതോ ആയതുകൊണ്ട് അവരുടെ വീടുകളുടെ മേൽ, അല്ലെങ്കിൽ മുസ്ലിം ആയതുകൊണ്ട് അവർ പാടുപെട്ട് കെട്ടി ഉയർത്തിയ അവരുടെ വീടിന് മേൽ ബുൾഡോസർ പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ കിടന്നുറങ്ങാൻ കഴിയുന്ന ഏക ജനത മലയാളിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഉത്തരേന്ത്യയില് ഒട്ടേറെ തവണ പല കാര്യങ്ങൾക്ക് പോയ ഒരാളാണ്. ദളിതര് താമസിക്കുന്ന ഗ്രാമത്തില് താക്കൂർമാരോ ബ്രാഹ്മണന്മാരോ കാലുകുത്തില്ല. തിരിച്ചും ഇന്നും ദളിതന് വെള്ളം കോരാൻ പറ്റാത്ത കിണറുകളാണ് ഉത്തരേന്ത്യയിലുള്ളത്. അവന്റെ മക്കൾക്ക് പഠിക്കാൻ പൊതുവിദ്യാലയങ്ങളിൽ പോകാൻ പറ്റില്ല. അവരുടെ സ്ത്രീകളെ, പെൺകുട്ടികളെ മാനഭംഗത്തിന് ഇരയാക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ചേരികൾ ഉണ്ടാവും അവിടെ. ജാതിയുടെയും മതത്തിന്റെയും മറ്റ് വേർതിരിവുകളുടെയും അതീതമായി സാഹോദര്യത്തിന്റെ തലത്തിൽ തോളോട് തോൾ ചേർന്ന് ജീവിക്കാനും തങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തെടുത്ത് അവയെ യാഥാർത്ഥ്യമാക്കാനും കഴിവുള്ള ഇന്ത്യയിലെ ഏക ജനത മലയാളിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ സഖാവ് ശിവൻകുട്ടി അതിന്റെ പ്രതീകമാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ വരും ദിവസങ്ങളിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ആഹോരാത്രം രംഗത്തിറങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വി യെസ് ഫോർ ശിവൻകുട്ടി. ഒന്ന് വിളിച്ച എല്ലാരും കൂടി വി യെസ് ഫോർ ശിവൻകുട്ടി.